ഹലോ വ്യൂവേഴ്സ്, ഇന്ന് എൻ്റെ പഴയ വീടിൻ്റെ അടുത്തുനിന്ന് പുല്ലിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒന്ന് ഓടുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. നോക്കുമ്പോൾ ദിവസങ്ങൾ മാത്രം പ്രായമായിട്ടുള്ള ഒരു എലിക്കുഞ്ഞായിരുന്നു അത്. കണ്ണ് പോലും തുറന്നിട്ടില്ലാത്ത ഈ എലിക്കുഞ്ഞ് എവിടുന്ന് വന്നു എന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു കോയിൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു വലുപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, അത്രയും ചെറുതാണ്. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ഒരുപാട് ഉറുമ്പുകൾ അതിന് ചുറ്റും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിവിടെ ഇരുന്നാൽ സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയ ഞാൻ ഇതിനെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലേക്ക് മാറ്റി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇവൻ എവിടുന്ന് വന്നു എന്നാണ്. ഞാൻ അടുത്തെവിടെയെങ്കിലും മാളങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു. പിന്നെ ഇത് എൻ്റെ അച്ചച്ചൻ്റെ കാറാണ്. അദ്ദേഹം മരിച്ചപ്പോൾ കാറും കട്ടപ്പുറത്ത് കയറി. ഇതിൻ്റെ ഉള്ളിലാണ് എലി കൂട് കൂട്ടിയതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് വലിയ ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ എന്നാലാകുന്ന വിധം ഞാൻ തിരഞ്ഞു നോക്കി, പക്ഷെ ഒന്നും കണ്ടു കിട്ടിയില്ല. കുറച്ച് ഉള്ളിലായിട്ട് ഇതായി മാളം കണ്ടെങ്കിലും അത് എലിയുടെ മാളം തന്നെയാണോ എന്ന് അറിയില്ല. അത് കൺഫേം ചെയ്യാതെ ഇറക്കി വിട്ടാൽ ചിലപ്പോൾ കുട്ടിയെ പാമ്പിൻ്റെ വായിലൊക്കെ ആയിരിക്കും പോവുക. ഏതായാലും ആ റിസ്ക് എടുക്കുന്നില്ല. പിന്നീട് തിരഞ്ഞപ്പോൾ കണ്ടതാട്ടോ ഈ എലിയുടെ അസ്ഥികൂടം. ഏതായാലും ഇതിൻ്റെ കുഞ്ഞാവാൻ സാധ്യതയില്ല. ഇത് കണ്ടിട്ട് ആഴ്ചകൾക്ക് മുന്നേ ചത്തുപോയൊരു ജീവിയെ പോലെ തോന്നുന്നു. അതുപോലത്തെ ഒരു കുഞ്ഞ് അമ്മയില്ലാതെ ഇത്ര ദിവസം ജീവിക്കില്ലല്ലോ. ഈ അസ്ഥികൂടം കണ്ടിട്ട് നമ്മൾ നൊച്ചനെലി എന്ന് വിളിക്കുന്ന ഷ്രൂ എന്ന ജീവിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന എലിക്കുഞ്ഞ് തന്നെയാണ് കേട്ടോ. ഏതാണ്ട് 1 മണിക്കൂറോളം തിരഞ്ഞിട്ടും ഒരു ലീഡും കിട്ടിയില്ല. സംഭവം എലി ഭയങ്കര ശല്യമാണെങ്കിലും ഇതിനെ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, വീട്ടുകാർ സമ്മതിച്ചില്ല. അല്ല, അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 7-8 കൊല്ലം മുമ്പേ എലിപ്പനിയും കാരണം എൻ്റെ അച്ഛൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അവസാനം എലിക്കുഞ്ഞിൻ്റെ ഭാവി ഞാൻ വിധിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അവസാനം അവനെ നമ്മുടെ അപ്പൂപ്പൻ കാറിൻ്റെ സീറ്റിൽ ഉപേക്ഷിക്കുക കേട്ടോ. അവസാന പ്രതീക്ഷ എന്നുള്ളത് അതിൻ്റെ അമ്മയ്ക്ക് അതിന് മണം കിട്ടി അതിനെടുത്തുകൊണ്ട് പോയിക്കോളും എന്നുള്ളതാണ്.